കൊല്ലത്തെ അതുല്യയുടെ മരണം നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയതാണ്. കാരണം കൊല്ലത്ത് നിന്ന് എത്ര ദുരന്ത വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. ഒന്ന് വിഭജികയുടെ മരണം ഷാർജയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അതുല്യയുടെ മരണവും ഷാർജയിൽ സംഭവിച്ചിരിക്കുന്നു. ആ കുഞ്ഞ് ഷോക്കടിച്ച് മരിച്ച വാർത്ത നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടി ആലുവയിൽ കൊല്ലം സ്വദേശി കുണ്ട്ര സ്വദേശി മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളായി കൊല്ലത്ത് നിന്ന് സങ്കടങ്ങളുടെ വാർത്ത മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുല്യയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ഭർത്താവ് സതീഷ്. എന്നാൽ അതുല്യയുടെ മരണത്തിൽ പങ്കില്ല എന്നാണ് സതീഷ് പറയുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഷാർജയിലെ റോള പാർക്കിനടുത്തെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കൊല്ലം ചവറ സ്വദേശിനിയായ അതുല്യയെ കണ്ടെത്തിയത്. ജമാലുദ്ദീൻ ദുബായിൽ നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നോക്കാം എന്താണ് ഗൾഫ് നാടുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന്. ജമാൽ, ഗുഡ് മോർണിംഗ്. ജമാൽ, ഇപ്പോൾ ഈ സതീഷ് പറയുന്നത് അതുല്യയെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും മരണത്തിന് കാരണമായിട്ടില്ല, ആ മരണത്തിൽ എനിക്ക് പങ്കില്ല എന്നാണ്. ഈ സതീഷ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് കഴിയുമോ ജമാൽ? മനു, സതീഷ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. കാരണം പരസ്പര വിരുദ്ധമായ മൊഴികളാണ് സതീഷ് ഇക്കാര്യത്തിൽ പറയുന്നത്. ചില സമയത്ത് പറയുന്നു അതുല്യ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ സതീഷ് തിരുത്തി പറയുന്നത് തന്നെ സ്ഥിരമായി മദ്യപിക്കുന്നു, മദ്യപിച്ച് വരുമ്പോൾ അതുല്യ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ട് എന്നാണ്. അത് വളരെ സാധാരണ ഒരു സംഗതി പോലെയാണ് പറയുന്നത്. അതുല്യയെ ഉപദ്രവിക്കാറുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു. ഒപ്പം പറയുന്ന ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം എന്ന നിലയിൽ ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നു. ഈ മരണത്തിൽ തനിക്ക് പങ്കില്ല. ഒപ്പം തന്നെ പുറത്തുള്ള ഏതെങ്കിലും ഇടപെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമമോ മറ്റോ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു. പക്ഷെ അതൊരു കേസ് വഴിതിരിച്ചുവിടാനോ അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമാക്കാനുള്ള ഒരു നീക്കമായാണ് കരുതുന്നത്. ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അതുല്യ സതീഷിനെ ഫോണിൽ ബോട്ടിൽ വിളിക്കുകയും താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഉടൻ തന്നെ റൂമിലേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത് അതുല്യ മരിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ന് ചില നടപടികളുണ്ട്. അതിലൊന്ന് അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഷാർജയിൽ ആരംഭിക്കും. ഇതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും. അതുല്യയുടെ ബന്ധുക്കൾ ഇന്ന് ഷാർജയിൽ പരാതി നൽകാനും ഒരുങ്ങുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെ, ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ഈ പരാതി നൽകുക എന്നാണ് അറിയുന്നത്. അതിനുള്ള നടപടികളൊക്കെ തന്നെയും പൂർത്തിയാകുന്നുണ്ട്. ഏതായാലും പ്രവാസികളെ ഏറെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അതുല്യയുടെ മരണം. ഒപ്പം തന്നെ നേരത്തെ ഇതോടുകൂടി പറയാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ ജൂലൈ 8-ന് മരിച്ച വിഭജിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. എംബാമിംഗ് നടപടികൾ ഇന്ന് ദുബായിൽ നടക്കും. അതിനുശേഷം ആ വിഭജിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. വിഭജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ കേസൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. അതിന് നിയമപരമായ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് വിഭജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസുകളില്ല. പക്ഷേ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ കേസ് നൽകാൻ നിലയാണ്, അല്ലെങ്കിൽ അത്തരം നടപടികളുമായി. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണല്ലോ ജമാല്. ഇപ്പോൾ അവിടെ ഷാർജയിൽ നിയമ നടപടികളിലേക്ക് കുടുംബം കടക്കുന്നു എന്നാണല്ലോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സതീഷിന് അത്ര വേഗം അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ല എന്നത് നമുക്ക് ഉറപ്പാണ്. അവരുടെ നിയമപരമായ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ ഇപ്പോഴത്തെ ഒരു നീക്കങ്ങൾ എങ്ങനെയാണ് അതുല്യയുടെ കുടുംബത്തിന്റെ? തീർച്ചയായും ഇവിടെ വിദഗ്ധരുമായി ആലോചിച്ച് കോടതിയിൽ അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു സഹായം അവർ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറപ്പ്. ഏതായാലും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രതിനിധികളുടെ ഭാരവാഹികളുടെ ഒരു സഹായത്തോടു കൂടി ഇന്ന് ഷാർജയിൽ പോലീസിൽ പരാതി നൽകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ സതീഷിനെതിരെ ഉണ്ട്. ഇത് കൃത്യമായി ഹാജരാക്കി മാതൃകാപരമായ നടപടികൾ എടുപ്പിക്കുന്നുള്ള, ശിക്ഷാ നടപടികൾ എടുപ്പിക്കുന്നുള്ള ഒരു നീക്കം അതിലൂടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. തീർച്ചയായും. ഒപ്പം തന്നെ വിഭജികയുടെ മരണത്തിലെ ഒരു കാര്യം കൂടി ഒന്ന് അറിയാനുണ്ട് ജമാല്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതുവരെയായി? കാരണം കുറേ ദിവസമായി ആ പെൺകുട്ടി മരണപ്പെട്ടിട്ട് ആ കുഞ്ഞിനെ അവിടെ മറവ് ചെയ്യേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുമോ? തീർച്ചയായും വിഭജിയുടെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരും. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്.
ഇന്ന് ഷാർജയിൽ എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് വൈകിട്ട് തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇവരുടെ ബന്ധുക്കൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ നടത്തുന്നത്. ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷെ വിഭജികളുടെ മരണവുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഷാർജയിൽ നിയമ നടപടികൾ അല്ലെങ്കിൽ കേസുകൾ ഒന്നും തന്നെ ഇല്ല. വിഭജിയുടെ മകളുടെ കൊച്ചുകുഞ്ഞിന്റെ വൈഫയുടെ മൃതദേഹം ഏതാനും ദിവസം മുമ്പ് ദുബായിൽ സംസ്കരിച്ചിരുന്നു. ഏതായാലും അവരുടെ അമ്മയൊക്കെ അമ്മ ശൈലജ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. സഹോദരൻ വിനോദ് ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള ആളാണ് ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയത്. ഇന്ന് വിഭജിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ശരി. ഏതായാലും രണ്ട് കേസുകളാണ് ഇപ്പോൾ ഷാർജയിൽ നമ്മുടെ മുൻപിലുള്ളത്. രണ്ടും നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തിയ സംഭവങ്ങളാണ്. ഒന്ന് വിഭജികയുടെ മരണം. വിഭജിക മരണപ്പെട്ടു, അതോടൊപ്പം തന്നെ ആ കുഞ്ഞും മരണപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെയാണ് അതിനുശേഷം അതിൻ്റെ ദുഃഖം മാറുന്നതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ അതുല്യയുടെ മരണം കൂടി ഷാർജയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. എത്രമാത്രം സങ്കടകരമാണ്. എത്ര സന്തോഷത്തോടെ പ്രതീക്ഷകളോടെ വിവാഹ ജീവിതത്തിലേക്ക് പോയ പെൺകുട്ടികളാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ വിശദമായി ചർച്ചകൾ ചെയ്യേണ്ടത് വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് മരണത്തിലും നമ്മുടെ മുന്നിലുള്ളത്. ഏതായാലും ആത്യന്തികമായി ആ കുടുംബങ്ങൾക്ക് മാത്രമാണ് പോയത്. നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികളോട് ഇങ്ങനെയൊന്നും സഹിച്ചു നിൽക്കരുത് ഒരിക്കലും. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നത് വളരെ ധൈര്യത്തോടെ ചെയ്യുക. അതുമാത്രമാണ് പറയാനുള്ളത്. ഇത് മാറിയ കാലമാണല്ലോ. മനുഷ്യർ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന കാലമല്ലേ. നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിവർന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ. അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.